നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, ഇതിലിനിപ്പോൾ പ്രധാനമായി നമ്മൾ അറിയാനിരിക്കുന്നത് എന്താണ് ടി സിദ്ദിഖിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നതാണ്. അദ്ദേഹം കോഴിക്കോട് കാരനാണ്, കൽപ്പറ്റയിലാണ് MLA ആയി അദ്ദേഹം തുടരുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് പേരുകൾ ഈ പുതുക്കിയ പട്ടികയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് CPIM ചൂണ്ടിക്കാട്ടുന്നത്. അനുജ, സ്വാഭാവികമായിട്ട് ഇതിൽ രണ്ട് സാധ്യതകളാണ്. നമുക്കറിയാം, അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. പക്ഷെ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിപ്പോൾ കൽപ്പറ്റയിലെ MLA-യുമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വോട്ട് അങ്ങോട്ടേക്ക് മാറ്റിയിരിക്കാം. ആ സാധ്യത സ്വാഭാവികമായിട്ടും അങ്ങോട്ട് മാറ്റിയിരിക്കാം, അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത് രണ്ടിടത്തും എങ്ങനെ ഒരുപോലെ അദ്ദേഹത്തിന്റെ വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേര് വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ അക്കാര്യം വന്നില്ല എന്നുള്ള കാര്യം കൂടി പരിശോധിക്കണം. ഒരുപക്ഷെ വോട്ട് ചേർത്ത കാര്യം അദ്ദേഹം അറിയാതിരിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ റഫീഖ് അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് സാഹചര്യം. ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു വീഴ്ച ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. എന്തായാലും ഈ പരാതി റഫീഖ് ഉന്നയിച്ചതിന് പിന്നാലെ തന്നെ ഞാൻ ടി സിദ്ദിഖിനെ ബന്ധപ്പെടുന്നുണ്ട്, നിരന്തരം അദ്ദേഹത്തെ ശ്രമിക്കുന്നുണ്ട്, അദ്ദേഹത്തെ ലഭ്യമായിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കൂടി ഇക്കാര്യത്തിൽ നമ്മൾ ഉറപ്പായും ലഭ്യമാക്കും. എന്തായാലും ഇത്തരത്തിൽ രണ്ടിടത്തും അദ്ദേഹത്തിന്റെ പേര് വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടിടത്തും വോട്ട് ചെയ്യാൻ അനുമതി ഉണ്ടാകും. വോട്ട് ചെയ്യുകയാണെങ്കിൽ അത് വലിയ പിഴവുമാണ്. എന്തായാലും അത്തരത്തിലുള്ള ഒരു പിഴവ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ടി സിദ്ദിഖ് ചെയ്യുമെന്ന് കരുതുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് അറിയാതെയാണ് പിഴവുണ്ടായതെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയായി കൂടി കണക്കാക്കേണ്ടതുണ്ട്. രാജ്യവ്യാപകമായി ഇത്തരത്തിലുള്ള വോട്ട് കള്ളവോട്ട് ആരോപണങ്ങൾ അടക്കം ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ഇത് വളരെ ഗൗരവമായി ഉന്നയിച്ചു പോരുന്ന സാഹചര്യത്തിൽ ടി സിദ്ദിഖിന് രണ്ടിടത്ത് വോട്ടുണ്ട് എന്നുള്ളതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. അതാണ് രേഖകളാണ് ഇപ്പോൾ CPIM ജില്ലാ സെക്രട്ടറി K റഫീഖ് പുറത്തുവിട്ടത്. ടി സിദ്ദിഖിന് രണ്ടിടത്ത് അദ്ദേഹത്തിന്റെ വോട്ടർ പട്ടികയിൽ പേര് വന്നിരിക്കുന്നു എന്നതാണ്. കോഴിക്കോട് പെരുമണ്ണയിലാണ് ഒരു പേര് ഉള്ളത്, മറ്റൊരു സ്ഥലം വയനാട് കൽപ്പറ്റയാണ്. ഈ രണ്ടിടത്തും അദ്ദേഹത്തിന്റെ പേര് പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ അറിവില്ലാതെയാണോ? അങ്ങനെയെങ്കിൽ അത് ഉദ്യോഗസ്ഥരുടെ പിഴവാണ് തുടങ്ങിയ കാര്യങ്ങൾ CPIM ചൂണ്ടിക്കാട്ടുകയാണ്. വോട്ടർ അധികാർ യാത്രയൊക്കെ നടത്തി കോൺഗ്രസ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് ഒരു ജനപ്രതിനിധി ടി സിദ്ദിഖ് എന്ന നേതാവിനെതിരെ ഇപ്പോൾ CPIM രംഗത്തെത്തിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുതുക്കിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു ഈ കഴിഞ്ഞ ദിവസം. ആ പട്ടികയിലാണ്, ഏറ്റവും പുതിയ വോട്ടർ പട്ടികയിലാണ് ഇങ്ങനെ രണ്ടിടത്ത് അദ്ദേഹത്തിന്റെ പേരുള്ളത്. അപ്പോൾ അദ്ദേഹം എവിടെയാകും വോട്ട് ചെയ്യുക എന്നൊക്കെയുള്ള ചോദ്യമാണ്. ഇതിൽ ടി സിദ്ദിഖിന്റെ പ്രതികരണം വളരെ നിർണായകമാണ്. അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാൻ നമ്മളും കാത്തിരിക്കുകയാണ്. നമ്മൾ അദ്ദേഹത്തെ ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് സമയമായി. ഇപ്പോൾ റഫീഖ് നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇത്തരത്തിൽ നിയമ നടപടികളിലേക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എന്താണ് അടുത്ത നീക്കം എന്നൊക്കെയുള്ളത് അറിയുന്നതിലേക്ക് കാത്തിരിക്കുന്നുണ്ട് തങ്ങളും എന്നതാണ്. ടി സിദ്ദിഖ് ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ടി സിദ്ദിഖ്, ഒരു ഗുരുതരമായ ആരോപണമാണ് CPIM താങ്കൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. താങ്കൾ അത് അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. രണ്ടിടത്ത് വോട്ടർ പട്ടികയിൽ താങ്കളുടെ പേരുണ്ട്, പെരുമണ്ണയിലും കൽപ്പറ്റയിലും എന്നുള്ളതാണ്. റഫീഖാണ് രേഖകൾ ഉൾപ്പെടെ ഇതിപ്പോൾ പുറത്തു വിട്ടിട്ടുള്ളത്. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഇത് വലിയ രേഖയും വലിയ സംഭവമല്ല. ഒന്ന്, റഫീഖും CPM-ഉം രാജ്യത്ത് നടക്കുന്ന ഇരട്ട വോട്ടും അതിനപ്പുറമുള്ള വോട്ടുകൾക്കെതിരായിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ നടക്കുമ്പോൾ ആ ക്യാമ്പയിനെ കുറിച്ച് ഒരക്ഷരം ഉരിയാടാത്ത ആളാണ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി. അയാൾക്ക് സ്തുതി പാടുന്ന ഒരു ലൈൻ എടുക്കുന്ന വ്യക്തിത്വമാണ് ശ്രീ ബഹുമാന്യനായ CPM-ന്റെ ജില്ലാ സെക്രട്ടറി. CPM ജില്ലാ സെക്രട്ടറി മിനിമം എന്നോടെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതിയായിരുന്നു ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്. ഇരട്ട വോട്ട് ഞാൻ എവിടെയും ഇരട്ട വോട്ട് ചെയ്തിട്ടില്ല, ഇരട്ട വോട്ട് ചേർത്തിയിട്ടില്ല. എന്റെ നേരത്തെ ഉള്ളായിരുന്ന വോട്ട് പെരുമണ്ണയിലായിരുന്നു, പെരുമണ്ണ പഞ്ചായത്തിലായിരുന്നു. പെരുമണ്ണ പഞ്ചായത്തിൽ നിന്ന് ഇത്തവണ എന്റെ വോട്ട് ഞാൻ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലേക്ക് മാറ്റി ചേർത്തു. ഇതില് ഷിഫ്റ്റിങ്ങിനുള്ളതായിരിക്കുന്ന ഓപ്ഷൻ, ഒരു ഇടത്തുള്ള വോട്ട് വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആ പഞ്ചായത്തിനകത്തോ മുനിസിപ്പാലിറ്റിക്ക് അകത്തോ മാത്രമാണെങ്കിലേ നടക്കൂ എന്നാണ് എന്റെ അറിവ്. അതുകൊണ്ട് ഞാൻ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ പുതുതായി വോട്ട് ചേർത്തു. പുതുതായി വോട്ട് ചേർക്കുമ്പോൾ ഞാൻ കൊടുത്ത ഇൻഫർമേഷൻ ഓട്ടോമാറ്റിക്കായി അത് പെരുമണ്ണയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെടും. ഇവിടെ നിന്ന് ഇലക്ട്രൽ ഇൻഫർമേഷൻ അങ്ങോട്ട് പാസ് ചെയ്യപ്പെടും എന്നുള്ളതാണ് എന്റെ ബോധ്യം. അങ്ങനെ വന്നില്ല എന്നുള്ളതാണെങ്കിൽ അത് ഒഴിവാക്കാനുള്ള നടപടിയും സ്വീകരിക്കും. അത്രേ ഉള്ളൂ. അതെ, ഇപ്പോൾ ഈ പട്ടികയിൽ ശ്രീ ടി സിദ്ദിഖ്, ഈ പട്ടികയിൽ എന്തായാലും താങ്കളുടെ പേര് രണ്ടിടത്ത് കിടപ്പുണ്ട്. ഏറ്റവും പുതുക്കിയ പട്ടികയാണല്ലോ, അതാണ് റഫീഖ് ഉന്നയിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ താങ്കൾ അതിൽ മുൻകൈ എടുക്കും ആ പേര് നീക്കം ചെയ്യാൻ, അല്ലേ, പട്ടികയിൽ നിന്ന്? ഒരു സംശയമില്ലല്ലോ. എനിക്ക് 2 വോട്ട് എവിടെ ഉണ്ടായിട്ടില്ല. 2 വോട്ട് ഉണ്ടാകാൻ ഞാൻ രണ്ടിടത്ത് വോട്ട് ചെയ്യുന്ന ആളല്ല. ഞാൻ ജനാധിപത്യ പ്രക്രിയയെ മര്യാദയോടും മാന്യതയോടും അതിന്റെ പവിത്രതയോടും കൂടി കാണുന്ന വ്യക്തിത്വമാണ്. CPM-നെ പോലെ 2ഉം 3ഉം വോട്ട്, ഞാൻ കാസർഗോഡ് പാർലമെന്റിൽ 2014 മത്സരിച്ചപ്പോ 2 വോട്ടും വ്യാജ വോട്ടും ചെയ്ത് പരാജയപ്പെട്ട 6000 വോട്ടിന് പരാജയപ്പെട്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട്
എന്നെ ജനാധിപത്യക്രമം ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാൻ എന്റെ ഫേസ് വികൃതമാക്കാൻ നടത്തുന്ന CPM ജില്ലാ സെക്രട്ടറിയുടെ ശ്രമം ഒന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അടിയന്തരമായി തന്നെ ഈ പിശക് താങ്കൾ ചൂണ്ടിക്കാട്ടുമോ ശ്രീ ടി സിദ്ദിഖ്? ഞാൻ പിശക് ഓൾറെഡി ഇലക്ഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായി തന്നെ അത് ക്രമീകരിക്കപ്പെടേണ്ടതാണ്. അത് ക്രമീകരിക്കപ്പെട്ടില്ല എങ്കിൽ ഞാൻ അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ള നടപടി എടുക്കും. അത്രേ ഉള്ളൂ. ശരി, ഒരു സംശയമില്ല. ഇത് വലിയ സംഭവമല്ല. ഇത് ബിജെപിയുടെ വക്കാലത്ത് സ്വീകരിച്ച് CPM നടത്തുന്ന ക്യാമ്പയിനായി മാറിപ്പോയി. രാജ്യത്ത് ഇരട്ട വോട്ടിനെതിരെ, രാജ്യത്ത് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ BJP നടത്തുന്ന ക്യാമ്പയിനിങ്ങിനെതിരായി രാഹുൽ ഗാന്ധി നടത്തുന്ന ഒരു വലിയ ക്യാമ്പയിൻ ഉണ്ട്. ആ ക്യാമ്പയിനെ ദുർബലപ്പെടുത്താൻ BJPയുടെ കൂടെ നിൽക്കുന്ന ഏർപ്പാടായിപ്പോയി ഇത്. അത്രേ ഉള്ളൂ. വളരെ നന്ദി ശ്രീ ടി സിദ്ദിഖ് പ്രതികരിച്ചതിന്. പെരുമണ്ണയിൽ നിന്ന് തന്റെ വോട്ട് കൽപ്പറ്റയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഇല്ലാതാകേണ്ടതാണ് പെരുമണ്ണയിലെ പേര് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ താൻ അതിനുടൻ തന്നെ നടപടി എടുക്കും, അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുമെന്നതാണ് ടി സിദ്ദിഖ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.